എല്ലാ 6 മാസം കൂടുന്തോറും ഒരു ഡെന്റിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പം നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദന്ത സംരക്ഷണത്തിന്റെ ഒരു ബോധവൽക്കരണ വീഡിയോ. വളരെ സിമ്പിളായ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന നമ്മുടെ ബ്രഷിംഗ് ഹാബിറ്റ്സിനെ പറ്റി, അതായത് പല്ല് തേക്കേണ്ട രീതിയും അത് എങ്ങനെ ചെയ്യണം, അമിതമായി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടും എല്ലാ കാര്യങ്ങളുമാണ് ഇന്ന് സംസാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ആദ്യത്തെ പല്ല് വരുമ്പോൾ തൊട്ടേ നമ്മൾ ബ്രഷിങ് തുടങ്ങുക. പിന്നെ ബ്രഷ് ചെയ്യേണ്ട രീതി 3 മിനിറ്റിൽ കൂടാനും പാടില്ല. ദിവസം 2 നേരവും ചെയ്യുക. ഒത്തിരി നേരമായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മുടെ പല്ലുകൾക്ക് ഉണ്ടാവും. പല്ലിന് തേയ്മാനം ഉണ്ടായേക്കാം. തേയ്മാനം വന്നിട്ട് ആദ്യം പുളിപ്പിൽ നിന്ന് തുടങ്ങി പല്ലിന് വേദന വരെ ഉണ്ടാവും. അപ്പം എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വായെന്ന് പറയുന്നത് എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു മനസ്സിലായില്ലേ, എപ്പോഴും അത് അറ്റ്മോസ്ഫിയർ, അതായത് പരിസരത്ത് എവിടെ നമ്മൾ പോയാലും നമ്മുടെ വായിക്കകത്തോടാണ് എത്രയും പെട്ടെന്ന് കീടാണുക്കളായാലും എന്തും പ്രവേശിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ വായയെ എത്രമാത്രം നല്ലതായി സംരക്ഷിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം തന്നെ. അപ്പം ബ്രഷ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, ബ്രഷിംഗ് ഹാബിറ്റ്സ്, അതായത് ബ്രഷിംഗ് ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമ്മുടെ മോണയുടെയും പല്ലിൻ്റെയും ഇടയ്ക്കുള്ള അഴുക്കുകളെ എടുക്കുന്നതാണ് നമ്മൾ ബ്രഷിംഗ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പല്ല് കൂടുതൽ വെളുപ്പിക്കുകയോ അല്ലെങ്കിൽ പല്ലിലിട്ട് ഉരച്ച് പല്ലിനെ വെളുപ്പിക്കുകയോ എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മുടെ മോണരോഗ, പല്ലിൻ്റെയും മോണയുടെ ഇടയ്ക്കുള്ള അഴുക്കുകളെ എടുത്ത് കളയുക. ആഹാരത്തിൻ്റെ അംശം എന്തെങ്കിലും കയറി ഇരുന്നാൽ അതെടുത്ത് കളയുക. ഇത് എപ്പോഴും ചെയ്യേണ്ടത് മേൽമോണയിൽ നിന്ന് ബ്രഷ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ, മേൽമോണയിൽ നിന്ന് കീഴോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്പോൾ താഴെ നിന്നാണെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട്, അതുപോലെ തന്നെ അകത്തും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യേണ്ട രീതി. ബ്രഷ് എപ്പോഴും നമ്മുടെ മോണയിൽ നിന്ന് മേളിലോട്ടായിരിക്കണം. പുറകിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ സർക്കുലർ മോഷൻ, ഒരു റൗണ്ട് മോഷനിൽ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല്ലിൻ്റെയും മോണയുടെ ഇടയ്ക്കുള്ള അഴുക്കുകൾ പോകുന്നു. ഇത് ഡെയിലി 2 നേരം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. രാത്രിയിൽ ബ്രഷ് ചെയ്യുന്നത് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ്. അത് പല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാം. ഇപ്പോഴത്തെ പുതിയൊരു സ്റ്റഡിയിൽ വരെ പറയുകയുണ്ടായി, നമ്മൾ രാത്രിയിൽ ബ്രഷ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് വരെ വളരെ ബെറ്ററായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നാക്ക് വടിക്കുന്നതായാലും സ്റ്റീലിൻ്റെ ഒക്കെ ടങ് ക്ലീനേഴ്സ് വരുന്നുണ്ട്, അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ബെറ്റർ റൗണ്ട് എഡ്ജുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുക. രാത്രിയിൽ എപ്പോഴും ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്തിട്ടേ കിടക്കാവൂ. രാവിലെ ആയാലും ബ്രഷിങ് മസ്റ്റാണ്, പക്ഷേ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്തിട്ട് മസ്റ്റായിട്ടും കിടക്കേണ്ടതാണ്. നമസ്കാരം. ഇപ്പം ഡോക്ടർ പറഞ്ഞ എക്സ്പ്ലനേഷൻ എല്ലാം നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ തന്നെയാണ് വായ്പുണ്ണിനെ കുറിച്ചും പറയാനുള്ളത്. വായ്പുണ്ണ് അഥവാ മൗത്ത് അൾസർ, അത് പിന്നെ 2-3 രീതിയിലുണ്ടാകാം. പല്ലിൻ്റെ കൂട്ടിക്കടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും വരാം, പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടും വരാം. അത് പലർക്കും പറയാൻ ഒരു മടിയാണ്. ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിക്കാൻ ഒരു മടി കാണും. അത് അങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കുക. 8 മുതൽ 10 ദിവസത്തേക്ക് കൂടുതൽ ഇത് കരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ദന്തിസ്റ്റിൻ്റെ അഡ്വൈസ് തേടുന്നത് നല്ലതായിരിക്കും. തനിയെ ചികിത്സിക്കരുത് ഒരിക്കലും, കേട്ടോ. അത് ഏറ്റവും നല്ല ഒരു ഐഡിയ ആണ് അങ്ങനെ ചെയ്യുന്നത്. അത് വേറെ പലതിലോട്ടും മാറാനൊരു ചാൻസ് ഉണ്ട്. അത് ഒരുപക്ഷെ ഞങ്ങളത് ഓപ്പണായിട്ട് പറയാം, ഒരു ഓറൽ ക്യാൻസറിലോട്ട് തന്നെ പോകാനുള്ള ഒരു കാരണമാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ദന്തിസ്റ്റിനെ കാണിക്കാം. പിന്നെ 6 മാസം കൂടുമ്പോഴൊക്കെ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ നിന്ന് പോയി ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. ഒരു അത്യാവശ്യമായിട്ട് ഒരു പല്ല് ക്ലീനിങ്ങും ഡെന്റിസ്റ്റുകളുടെ അഡ്വൈസും തേടുന്നത് നല്ലതായിരിക്കും. ഇനിയും ഞങ്ങൾ ദന്ത സംരക്ഷണത്തിനെ കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞങ്ങളോട് കുറച്ച് ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഒരു ചെറിയ രീതിയിൽ ഞങ്ങളൊരു ദന്ത സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനിയും കൂടുതൽ ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.